അതിഥി തൊഴിലാളികൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപത്തിൽ രൂക്ഷ വിമർശനവുമായി കാന്തപുരം AP വിഭാഗം. മുഖ്യമന്ത്രിയുടേത് അതിഥി തൊഴിലാളി വിരുദ്ധത. മുഖ്യമന്ത്രിയുടെ വാദം വലതുപക്ഷ രാഷ്ട്രീയമെന്നും വിമർശനം. SYS സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അസ്ഹരി FB പോസ്റ്റിലാണ് വിമർശനം ഉന്നയിച്ചത്. വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ കവി സച്ചിദാനന്ദൻ അടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോൾ കാന്തപുരം AP വിഭാഗം കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ പരാമർശം അതിഥി തൊഴിലാളി വിരുദ്ധതയെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അവന്തിക, വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ അതിഥി തൊഴിലാളികൾക്കെതിരായ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അസ്ഹരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാന്തപുരം AP വിഭാഗത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇത് ഒരു ഊഹാപോഹങ്ങൾ പറയേണ്ട മേഖലയല്ല. 1/4 നൂറ്റാണ്ടായി ആധികാരിക പഠനങ്ങൾ നടക്കുന്ന മേഖലയാണിത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുതൽ ഇപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലുള്ള വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 2023 കേരളത്തിലേക്ക് വന്ന പ്രവാസി പണം 2,16,893 കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന് 1.7 ഇരട്ടിയും ആഭ്യന്തര ഉൽപാദനത്തിന്റെ 23.2%. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാടുകളിലേക്ക് അയക്കുന്ന തുക കേരള സർക്കാരിന് വേണ്ടി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിവർഷം ഏകദേശം 17,500 കോടി രൂപയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീടുള്ള പ്രൊജക്ഷനുകളിൽ ഇത് 25,000 കോടി രൂപ വരെ ഒക്കെ കണക്കാക്കുന്നു. അതായത് കേരളത്തിലേക്ക് വരുന്ന പ്രവാസി പണത്തിന്റെ 8 മുതൽ പരമാവധി 12 മുതൽ അല്ലെങ്കിൽ 15% വരെ മാത്രമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്നുള്ള അവരുടെ വരുമാനം എന്നുള്ള നിലയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അബ്ദുൾ ഹക്കീം അസ്ഹരി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടേത് അതിഥി തൊഴിലാളി വിരുദ്ധതയാണെന്നും ഇതൊരു നാക്ക് പിഴവോ അല്ലെങ്കിൽ കണക്കിലെ പിഴവോ അല്ല, മുഖ്യമന്ത്രിയുടെ വാദം വലതുപക്ഷ രാഷ്ട്രീയമാണെന്നും അടക്കമുള്ള കടുത്ത വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്.